നമുക്കിപ്പോ 18 വയസ്സായിട്ടുള്ളൂ, നമുക്ക് അതും ആലോചിക്കണം. നിങ്ങൾ ലീഗലി രജിസ്റ്റർ ചെയ്തോ? അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മറ്റേ ലുക്കൗട്ട് നോട്ടീസ് എന്താണ് സമ്മാനം ഒട്ടിക്കില്ലേ, അതൊക്കെ ചെയ്തിട്ട് വേണം ബാക്കി. ഇനിയിപ്പോൾ എന്തായാലും നീ തിരിച്ചു പോയാലും നിങ്ങളെ എന്തായാലും വേർപിരിക്കാനൊന്നും ആരും നോക്കില്ല. കാര്യം ഏകദേശം കാര്യങ്ങൾ ഇത്ര ആയി, അറിയേണ്ടവരൊക്കെ അറിയുകയും ചെയ്തു. അപ്പം വീട്ടിൽ പിടിച്ചു നിന്നാലും ലീഗലായിട്ടായാലും നിങ്ങൾക്ക് മൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. അമ്മയെ പോയി വേണേൽ കാണാം, എന്തായാലും നമ്മുടെ അമ്മയല്ലേ. ഞാൻ പറഞ്ഞു, പക്ഷേ ഇവക്ക് അതിനുള്ള ധൈര്യമില്ല സത്യം പറഞ്ഞത്. ഞാൻ പലവട്ടം പറഞ്ഞത് അമ്മേനെ കാണാൻ പോവാന്ന് പറഞ്ഞതാ, ഇവക്ക് പേടിയാ. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ അമ്മയില്ലേ, ഒന്ന് പോയി കാണുക. അപ്പൊ അമ്മയ്ക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടും. ചിലപ്പോ അവരും ടെൻഷൻ അടിച്ചായിരിക്കും, മോൾ എവിടെ പോയി, സേഫ് ആണോ, എങ്ങനെ ജീവിക്കും എന്നോർത്ത് എന്തായാലും ഒരു അമ്മയ്ക്ക് ടെൻഷൻ കാണും. ഒരു 25 വയസ്സായ മകളാണെങ്കിൽ പോലും അവർ ടെൻഷൻ അടിച്ചായിരിക്കും നടക്കുന്നത്. 18 വയസ്സുള്ളതിന്റെ കാര്യം ആലോചിച്ച് നോക്ക്. മിനിഞ്ഞാന്ന് രാത്രി ഉറക്കത്തിൽ നിന്ന് എണീറ്റ അമ്മാന്ന് വിളിച്ച്. അതുവരെ ഞാൻ കരഞ്ഞിട്ടില്ല, പക്ഷെ അപ്പം ഞാൻ കരഞ്ഞു പോയി സത്യം പറഞ്ഞു. വിഷമം വന്നു. ആ എല്ലാം ശരിയാവും. നിങ്ങൾ പുതിയ വീടെടുത്ത് മാറിയതിനു ശേഷം സിബിന്റെ പാരന്റ്സ് വന്ന് കാണുകയൊക്കെ ചെയ്തോ? ആ അവർ വിളിക്കാറുണ്ട്. നേരിട്ട് ലൊക്കേഷൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. പോലീസുകാർ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം അവരുടെ സ്റ്റേഷനിൽ വിളിച്ചിട്ടാണെങ്കിലും അവരങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പുറം അവളുടെ നാട്ടിൽ സ്റ്റേഷനിൽ പോയി മിസ്സിംഗ് കേസ് കൊടുത്തു. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നേരെ സ്റ്റേഷനിലോട്ടാണ് ഇവിടെ കൊണ്ടുപോയത്. ഇനി രാത്രി ഇപ്പം ഇരുന്ന് ചിരിക്കും, രാത്രി ഇരുന്ന് കരയും. അതാണ് ഇത് ഈ സമയത്തൊക്കെ ഉണ്ടാവുന്നതാ. രണ്ടുപേരും സ്ട്രോങ് ആയിട്ട് അങ്ങ് പോയാൽ മതി. പിന്നെ പറ്റുകയാണെങ്കിൽ അമ്മയെ പോയി കാണണം. പക്ഷെ അതിനുള്ള ധൈര്യം ഇവക്കില്ല. ധൈര്യം കാണിക്കൊന്നും നമ്മുടെ അമ്മയല്ലോ. ചിലപ്പോ ഒരു അടിയല്ല അത് കൊണ്ടോണ്ടിരിക്കുക, നമ്മൾ ചെയ്ത തെറ്റിനല്ലേ. ഒരു അടി ആയിരിക്കും, ഇല്ലെങ്കിൽ കുറച്ച് കരച്ചിലായിരിക്കും, ഇല്ലെങ്കിൽ കുറച്ച് തെറിവിളിയായിരിക്കും. കേക്ക് പിന്നീട് അങ്ങോട്ട് മൂവ് ഓൺ ആയാൽ മതി, ഒന്നും പ്രശ്നമല്ല. അമ്മ സെറ്റ് ആയിക്കോളും. എന്തായാലും അമ്മയ്ക്ക് വയ്യാണ്ട് കിടക്കല്ലേ, കാണുന്നത് നല്ലതായിരിക്കാം. അമ്മ ഒന്ന് ശാന്തമായിട്ട് വരുമ്പോ എന്തിനോ എവിടുന്നൊക്കെ നാട്ടുകാരും പുറത്തുള്ള ആരൊക്കെയോ വിളിച്ച് എന്തൊക്കെയോ പറയുക. ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നം. മെയിൻ പ്രശ്നമല്ല, അമ്മ കൂളായാലും നാട്ടുകാർ വിളിച്ച് പറയുക അങ്ങനെയാണ്, മോള് ഒളിച്ചോടിയോ, എവിടെയാണ് ഇപ്പോൾ, അങ്ങനെ അവൻ കഞ്ചാവാണോ, അതാണ് വർത്താനം. കഞ്ചാവാണെന്നല്ല, ആണെന്നാണ് പറയുന്നത് എല്ലാവരും. MDMA അടിച്ചാലുള്ള ഇങ്ങനെ റീൽസ് ചെയ്യാൻ പറ്റിയ നോർമലായിട്ടുള്ള മനുഷ്യൻ ഇങ്ങനെ ഇരുന്നിട്ട് റീൽസ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞ അമ്മയടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അമ്മ അറിഞ്ഞില്ല, കണ്ണി കുത്തി വെള്ളം വരത്തില്ല. ഒരു 4 ദിവസമായിട്ട് രണ്ടുപേരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. സോനയുടെ കണ്ണിലുണ്ട് എത്രത്തോളം വിഷമമുണ്ട് എന്നുള്ള കാര്യം. പക്ഷെ കുഴപ്പമില്ല, അമ്മയെ പോയി കാണണം. ഓക്കെ, എല്ലാം ശരിയാവും. പിന്നെ വലിയ ഏജൊന്നും ആയിട്ടില്ല, അതിൻ്റെതായ പ്രശ്നങ്ങൾ കാണും. നിങ്ങൾ മെച്ചൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെതായ പ്രശ്നങ്ങൾ എന്തായാലും കാണും. സോനയ്ക്കായാലും സിബിനായാലും കാണും. അപ്പോൾ സിബിൻ ഇനി ജോലിക്ക് അതിനുശേഷം പോയിട്ടില്ലല്ലോ? ഇല്ല, ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട്, ഒരാഴ്ച 1.5 ആഴ്ചയായിട്ട് ഇനി പോകാൻ തുടങ്ങുന്നല്ലേ ഉള്ളൂ. തുടങ്ങുന്നുള്ളൂ. ഇപ്പോൾ പോയി തുടങ്ങുമ്പം അവിടെ നിന്നും ഇതുപോലെ എന്തെങ്കിലും കുത്തുവാക്കുകളോ കേൾക്കേണ്ട ആവശ്യം ഇല്ല. അതൊന്നും വിഷയമല്ല. ഞാൻ ആ കുട്ടിയല്ലേ, എനിക്ക് അങ്ങനത്തെ വിഷയമൊന്നും എനിക്കില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോ എന്തായാലും സോനയുടെ അച്ഛനോട് സോനേനെ എങ്ങനെ നോക്കും എന്നൊന്ന് പറഞ്ഞേക്ക്, അവരെന്തെങ്കിലും സമാധാനമായിട്ട് ഇരുന്നോട്ടെ. വീണ്ടും പറയാൻ ഞാൻ പൊന്നു പോലെ നോക്കാം അവളെ പോരെ. പക്ഷെ പറ്റിപ്പോയി, വേറെ വഴിയില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.